الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈമാനോടൊപ്പം സൽക്കർമ്മങ്ങളും വിവരിച്ചിട്ടുണ്ട്. ഒരണുപോലും ഫസാദില്ലാത്തതിനെയാണ് സൽക്കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഓർത്തുകൊള്ളുക, മനുഷ്യന്റെ കർമ്മങ്ങളുടെ മേൽ എല്ലായ്പ്പോഴും മോഷ്ടാക്കൾ ഉണ്ടാകും. അതെന്താണ് എന്നറിയുമോ? പ്രകടനാത്മകത, അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന മനുഷ്യർ. ഉജുബ്, അതായത് അവൻ കർമ്മം ചെയ്ത് മനസ്സിൽ സന്തോഷിക്കുന്നു, അതായത് സ്വാർത്ഥ ഉദ്ദേശത്തോടെയുള്ള സന്തോഷം. പറയുന്നു, അവനിൽ നിന്നുണ്ടാകുന്ന പലവിധ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും കൊണ്ട് അവന്റെ കർമ്മങ്ങൾ വ്യർത്ഥമായി തീരുന്നു. അക്രമം, ഉജുബ്, പ്രകടനാത്മകത, അഹങ്കാരം, മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കണമെന്ന ചിന്ത പോലുമില്ലാത്ത കർമ്മങ്ങളാണ് സൽക്കർമ്മങ്ങൾ. അക്രമമോ ഉജുബോ പ്രകടനാത്മകതയോ അഹങ്കാരമോ മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കണമെന്ന ചിന്ത പോലും ഇല്ലാത്ത കർമ്മങ്ങളാണ് അത്. ഏതുപോലെ പരലോകത്ത് മനുഷ്യൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് സുരക്ഷിതനാകുന്നുവോ, അതുപോലെ ഈ ലോകത്തു നിന്നും രക്ഷിക്കപ്പെടുന്നു. എന്നുവെച്ചാൽ സൽക്കർമ്മങ്ങൾ ഈ ലോകത്തും പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നർത്ഥം. ഈ ലോകത്ത് നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ കണക്കെടുപ്പ് പരലോകത്ത് ആയിരിക്കുന്നത് പോലെ ഇവിടെ കണക്കെടുപ്പ് നടക്കുകയോ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ പരലോകത്ത് അവന്റെ രക്ഷാശിക്ഷയ്ക്ക് കാരണമായി തീരുകയോ ചെയ്യും. ഈ ലോകത്ത് ചെയ്യപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഈ ലോകത്തെയും സ്വർഗതുല്യമാക്കുന്നുവെന്നും ഇതിനർത്ഥമുണ്ട്. പറയുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട് സംരക്ഷിക്കപ്പെടുന്നതാണ്. മനസ്സിലാക്കിക്കൊള്ളുക, ഏതുവരെ നിങ്ങളിൽ സൽക്കർമ്മങ്ങളില്ലയോ വിശ്വാസം ഒരു പ്രയോജനവും ചെയ്യുകയില്ല. പറയുന്നു, ഉറച്ച തീരുമാനത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടിയാണ് കർമ്മങ്ങളിലേക്ക് തിരിയേണ്ടത്. സുദൃഢവും അഭേദ്യവുമായ പ്രതിജ്ഞ ചെയ്യുക. അങ്ങ് വിശ്വാസത്തെ വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. അതായത് വിശ്വാസം ഒരു വൃക്ഷം പോലെയാണ്. ഏറ്റവും നല്ല വൃക്ഷം പോലും അത് പ്രയോജനപ്രദമാകുന്നതിന് അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴേ അത് ഗുണപ്രദമാവുകയുള്ളൂ, അപ്പോഴേ അത് ഉണങ്ങിപ്പോകാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ടതാണ്. അതിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ വിശ്വാസം പരിപൂർണമാകുന്നതിന് കർമ്മങ്ങൾ അനിവാര്യമാണ്. തന്റെ വിശ്വാസത്തിന്റെ കർമ്മത്തിലൂടെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇതുകൂടാതെ വിശ്വാസമുണ്ടായാലും വിശ്വാസിയാണെന്ന് വാദിച്ചാലും അവൻ വിശ്വാസി എന്ന് പറയാൻ സാധിക്കില്ല. കർമ്മമില്ലാത്ത മനുഷ്യൻ സുന്ദരവും ഹരിതപൂർണവുമായ ശിഖരങ്ങൾ മുറിക്കപ്പെട്ട വൃക്ഷം പോലെയാണ്. അതിന്റെ ഫലങ്ങളെ പാഴാക്കി കളഞ്ഞിരിക്കുകയാണ്. അതിന്റെ ശിഖരങ്ങളെ ജനങ്ങൾക്ക് തണലേക്കുന്നതിൽ നിന്ന് തടഞ്ഞിരിക്കുന്നത് പോലെയാണ്. വൃക്ഷത്തിന്റെ വേര്
എത്ര തന്നെ ഉറപ്പുള്ളതാണെങ്കിലും की जड़ें चाहे कितनी ही मजबूत हों, അത് വെള്ളവും വളവും അതിന് നൽകുന്നില്ലെങ്കിൽ, अगर उसे खाद पानी से महरूम कर दिया जाए, അതിലെ ശിഖരങ്ങളെ ക്ലിർക്കുവാൻ അനുവദിക്കുന്നില്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് അത് നിർജീവമായി തീരുന്നതാണ്. वक्त में वो मर जाएगा। അതിന്റെ സുദൃഢമായ വേരുകൾ इसकी मजबूत जड़ें അതിന് യാതൊരു പ്രയോജനവും നൽകുന്നതല്ല. उसे कुछ भी फायदा नहीं देंगी। കുറച്ചു കാലം അത് ജീവിച്ചാലും कुछ अर्सा वो जिंदा भी रहे, ഇത്തരം ശിഖരങ്ങളില്ലാത്ത शाखों से महर ഒരു പ്രയോജനവും നൽകാത്ത വൃക്ഷത്തെ ആരും നോക്കുകയില്ല, भारी दरख्त की तरफ ആരും അതിനെ ശ്രദ്ധിക്കില്ല. देखेगा, किसी की तवज्जो नहीं होगी। അവർക്ക് അത് വെറും ഒരു മരകഷ്ണം മാത്രമായിരിക്കും. സുന്ദരവും ഹരിതപൂർണവുമായ ചെടിയിലേക്ക് ആയിരിക്കും ഓരോരുത്തരും നോക്കുക. उसको देखेगी और उसी तरह मुतवज्जो होगी जो हरा भरा हो, जिसकी खूबसूरती അതിന്റെ മനോഹാരിത പ്രകടമാണ്. नजर आती हो। जो दरख्त वक्त സമയത്ത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന से लग जाए, ചൂടുകാലത്ത് തണലേകുന്ന വൃക്ഷത്തെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. उसी को लोग पसंद करेंगे। ആയതിനാൽ बस बेशक ഈമാൻ വേറുപോലെയാണ്, जो है അതിൽ യാതൊരു സംശയവുമില്ല. തന്റെ വിശ്വാസം ഉറപ്പുള്ളതാണെന്ന് ഒരു മുസ്ലിം വാദിക്കുന്നുമുണ്ട്. कि मेरा ईमान मजबूत है, ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതായി നാം പലപ്പോഴായി കാണാറുമുണ്ട്. मुसलमानों में देखते हैं ദീനിനോട് ആത്മാഭിമാനം വെച്ചു പുലർത്തുന്നവരുമാണവർ. बहुत से लोग इस्लाम के ഇസ്ലാമിന് വേണ്ടി മരിക്കാനും കൊല്ലാനും വരെ തയ്യാറാണ് അവരിൽ പലരും. എന്നുള്ള വിവിധ ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളുമെല്ലാം तंजीमें बनी हुई हैं തങ്ങളുടെ വിശ്വാസ ദൃഢീകരണത്തിന്റെ എന്തൊക്കെ വാദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. क्या दावे नहीं करते ये लोग, लेकिन എന്നാൽ ഈ മനോഹരവും ഹൃദ്യവുമായ വൃക്ഷം और खुश ലോകത്തിന് പ്രയോജനം നൽകുന്ന തോട്ടം പോലെയാണ്. जो दुनिया को फायदा दे रहा हो, ജനങ്ങൾ അതിന്റെ മനോഹാരിതയിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. उसकी तरफ खींचे चले जा रहे हैं। जितनी എത്രമാത്രം കാഠിന്യത്തോടെയാണോ ഇത്തരം അക്രമാസക്തരായ സംഘം ആളുകൾ മതത്തിന്റെ പേരിൽ അക്രമാസക്തരായി കൊണ്ടിരിക്കുന്നത്, का मुजाहरा कर रहे हैं, അത്രത്തോളം തന്നെ ലോകം അവരിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. दूर भाग रही है। തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതം सल्लल्लाहु अलैहि वसल्लम लेकर आए थे, ശത്രുക്കളെ പോലും ആകൃഷ്ടരാക്കുക മാത്രമല്ല, को भी अपनी तरफ खींचकर മറിച്ച് ना सिर्फ दोस्त അവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായി തീർക്കുകയുമാണ് ഉണ്ടായത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയെന്നാൽ के जब ഒരിക്കൽ മുസ്ലിം ഭരണകൂടം വിചാരിച്ചു, ये समझिए ഇപ്പോൾ റോമൻ ഭരണകൂടത്തെ നേരിടുക ബുദ്ധിമുട്ടാണ്. उनका मुकाबला मुश्किल है, അതുകൊണ്ട് ക്രിസ്ത്യാനികളും യഹൂദികളും താമസിച്ചിരുന്ന മുസ്ലിം അധിനിവേശ പ്രദേശങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് ഉചിതമെന്ന് മുസ്ലിങ്ങൾ തീരുമാനിച്ചപ്പോൾ ക്രിസ്ത്യാനികളും യഹൂദികളുമായ അവിടുത്തെ നിവാസികൾ ഒരുമിച്ച് മുസ്ലിം സൈന്യത്തെ കണ്ണീരോടെയാണ് യാത്രയാക്കിയത്. मुसलमानों की फौज को रोते हुए रुखसत किया। ഇനിയും നിങ്ങൾ തന്നെ നമ്മുടെ മേൽ ഭരണം നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും അവർ പറഞ്ഞു. इस इलाके पर काबिज हो जाओ, കാരണം നിങ്ങളുടെ തണലേകുന്ന शजे साया ഫലദായങ്ങളുമായ വൃക്ഷത്തിൽ നിന്നും ഞങ്ങൾ എന്നും പ്രയോജനം ഉൾക്കൊണ്ടിട്ടേയുള്ളൂ. जो सहूलतें तुमने हमें നിങ്ങൾ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഭരണാധികാരികൾക്ക് പോലും നൽകാൻ സാധിച്ചിട്ടില്ല. उन मुसलमानों को ആ മുസ്ലിങ്ങൾ വിലമതിക്കപ്പെട്ടത് അവരുടെ ഈമാനോടൊപ്പം അവരുടെ ഓരോ കർമ്മവും അനുഗ്രഹദായകമായിരുന്നതുകൊണ്ടാണ്. फैज रसा था। ആയതിനാൽ बस തന്റെ വിശ്വാസിയാണെന്ന വാദവും അതിന്റെ പ്രകടനവും അതിന്റെ വേര് ഉറപ്പുള്ളതാണെന്ന വാദവും നിഷ്പ്രയോജനമാണ്. का ऐलान किसी काम ഏതുവരെ സൽക്രമങ്ങളുടെ പച്ചളിപ്പുള്ള ശാഖകളും ഫലങ്ങളും सरसब शाखें സൗന്ദര്യം പ്രകടിപ്പിക്കുന്നില്ലയോ, और फल खूबसूरती ഏതുവരെ അത് മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നില്ലയോ, ഈ മനോഹാരിത और जब ये खूबसूरती അനുഗ്രഹദായകമാണെങ്കിൽ रसानी हो, ലോകം അതിനെ ശ്രദ്ധിക്കുന്നു, दुनिया भी मुतवज्जह होती है, അതിനരികിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു, जमा भी होती है, അതിന്റെ സംരക്ഷണത്തിനായി ശ്രമം നടത്തുകയും ചെയ്യുന്നു. फिर कोशिश भी करती है।
അതുകൊണ്ടാണ് അള്ളാഹു इसलिए अल्लाह ताला ഓരോ മുസ്ലിമിനോടും हर मुसलमान को ഈമാനിൽ ഉറച്ചു നിൽക്കണമെന്നും മാത്രമല്ല പറഞ്ഞത്, भूति का नहीं कहा, മറിച്ച് ഏതാണ്ട് എല്ലായിടത്തും വിശ്വാസത്തെ സൽക്രമങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞത്. अमाले सालिया के साथ जोड़कर मशरूत किया। ഈ അവസ്ഥ और ये हालत സംജാതമാക്കുന്നതിന് पैदा करने അള്ളാഹു പ്രവാചകന്മാരെ അയക്കുന്നു. अंबिया भी भेजता है। വിശ്വാസികളിലെ അവസ്ഥ ഉണ്ടാകുന്നത് पैदा होती है मोमिनों में കാലത്തിന്റെ പ്രവാചകനുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴാണ്. ताल्लुक भी पैदा हो। ഞാൻ പറഞ്ഞതുപോലെ जैसा कि मैंने कहा, ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. बड़े बड़े ग्रोह हैं അവർ ദീനിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ और ईमान के नाम തങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചവരാണ് എന്ന് പ്രകടിപ്പിക്കുന്നു. का इजहार करते हैं। എന്നാൽ എന്താണ് സംഭവിക്കുന്നത്? हो क्या रहा है? അവർ പരസ്പരമുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പുകളുടെ മേൽ തങ്ങളുടെ മേൽക്കോയ്മ സ്ഥാപിക്കുന്നതിന് अपनी बर्तरी साबित കഴിയുന്ന എല്ലാ ശ്രമങ്ങളും, जो भी कोशिश हो सकती है जायज नाजायज तरीके അത് നല്ലതായാലും ചീത്തതായാലും वो करने की कोशिश कर रहा है। അക്രമത്തിലൂടെ ആയാലും ശരി, അവർ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. गैर എന്നല്ല, मुस्लिम भी അമുസ്ലിങ്ങൾ പോലും ഇവർ കാരണം की वजह से ഇസ്ലാമിനെ പേടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. वो मजहब जिसने അമുസ്ലിങ്ങളുടെ സ്നേഹത്തെ പോലും കവർന്നെടുത്ത ആ മതം मोहब्बतों को समेटा, മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിനായി मुसलमान हुकूमतों की അമുസ്ലിങ്ങൾ പോലും യുദ്ധം ചെയ്യാൻ തയ്യാറായ, അത്രമാത്രം സ്വാധീനം ചെലുത്തിയ ആ മതത്തിന്റെ ഇന്നത്തെ അവസ്ഥ മറ്റുള്ളവർ ആകർഷരാവുന്നത് പോയിട്ട് അതിന്റെ സ്വന്തം അനുയായികൾ തമ്മിലുള്ള അവസ്ഥ, आपस की हालत, अमाले അതായത് സൽക്കർമ്മങ്ങളുടെ അഭാവം മൂലം ഉണ്ടായിട്ടുള്ള അവസ്ഥ, कुलूबहुम शत्ता कर കുലൂബുഹും ഷത്ത दिल इनके फटे हुए എന്ന ചിത്രമാണ് നമുക്ക് നൽകുന്നത്. അവരുടെ ഹൃദയം ഛിന്ന ഭിന്നമാണ്. ही अमाल की ഇന്ന് ഈ ശരിയായ കർമ്മങ്ങളുടെ ചിത്രം അവതരിപ്പിക്കുക എന്നത് ഓരോ അഹമ്മദിയുടെയും ജോലിയാണ്. അവനാണ് കാലത്തിന്റെ ഇമാമിനെയും പ്രവാചകനെയും വിശ്വസിച്ചിട്ടുള്ളത്. ഹദരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസ്ഥാനം അള്ളാഹു നട്ട വൃക്ഷമാണ്. लगाया हुआ दरख्त അതിന്റെ വേരുകൾ ഉറച്ചതും ശാഖകൾ പച്ചളിപ്പുള്ളതുമാണ്, और शाखें भी सरसब्ज മനോഹരവും ഫലദായകവുമാണ്. और फलदार है। അത് ലോകത്തെ ആകർഷിക്കുന്നതാണ്. दुनिया को अपनी तरफ मुतवज्जे ഇതിനെല്ലാം കാരണം और ये सब ഹദരത്ത് മസീമൂദ് अലൈഹി സ്വലാത്തു വസ്സലാം हज़रत मसीह मौद നമുക്ക് യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങൾ മനസ്സിലാക്കി തന്നു എന്നതാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ പിൻപറ്റാൻ പ്രേരണ നൽകി, चलने के അതിൽ ഊന്നൽ നൽകി, അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചു, അതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. उसकी अहमियत वाज़ेह की। ആയതിനാൽ बस വേരുകൾ ദൃഢമാക്കപ്പെട്ടതും ശാഖകൾ ഹരിത സമ്പൂർണവുമായിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം അഹമ്മദിയ പ്രസ്ഥാനം മാത്രമാണ്. सबसे खूबसूरत है और फलदार है, जो दुनिया ലോകത്തിന് ഫലം നൽകിക്കൊണ്ട് अपनी तरफ ലോകത്തെ തന്നിലേക്ക് അടുപ്പിക്കുന്ന വൃക്ഷമാണിത്. ഇതിനെ കണ്ടുകൊണ്ട് ലോകത്തിലെ ഓരോ കോണിൽ വസിക്കുന്നവരും ചോദിക്കുന്നു, ഇതേത് ഇസ്ലാമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന്. ഒരുപാട് സംഭവങ്ങൾ മുന്നിൽ വരാറുണ്ട്. अब ऐसे യഥാർത്ഥ ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ട് इस्लाम की खूबसूरत ജനങ്ങൾ അത്ഭുതം കൂറുന്നു. लोग हैरत ज़दा रह जाते हैं। ആഫ്രിക്കയിൽ ഒരിടത്ത് ഒരു പള്ളിയുടെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. मस्जिद का इफ्ताह हो रहा था, അവിടുത്തെ ചീഫും ക്രിസ്ത്യാനിയായിരുന്നു. ईसाई थे, उनको भी दावत दी അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം അതിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല വന്നത്. नहीं आया यहाँ। ഇക്കാലത്ത് ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഒരു അമുസ്ലിമിനെ ക്ഷണിച്ച ഈ മുസ്ലിങ്ങൾ ആരാണെന്നറിയാൻ വന്നതാണ്. अपनी मस्जिद के इफ्ताह पर ये गैर मुस्लिम और ईसाई को भी बुलाया। ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ എന്റെ ആശ്ചര്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. यहाँ तो കാരണം ഇവിടെ വിവിധ മതങ്ങളിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. और अहमदी അഹമ്മദി സ്വയം തന്നെയും മുസ്ലിം ആയിട്ടും കൂടി ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. जिसकी मिसाल नहीं, हर एक से തുല്യതയില്ലാത്ത ഒരു കാര്യമാണിത്. छोटा ഇക്കൂട്ടകർ ഓരോരുത്തരോടും ചെറിയവരായാലും വലിയവരായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും സ്നേഹത്തോടെയാണ് വർത്തിക്കുന്നത്. ഒരിടത്തും കാണാനാവാത്ത സ്വഭാവ സവിശേഷതകളാണ് ഇക്കൂട്ടർ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ ചീഫ് പറഞ്ഞു, ഇങ്ങനെയുള്ള പള്ളികളെയും ഇസ്ലാമിനെയുമാണ് ഇന്ന് കാലം ആവശ്യപ്പെടുന്നത്. तो वक्त की जरूरत है. बस അതിനാൽ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിനെ സംബന്ധിച്ച് शुरू शुभ എനിക്കുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി, फिर उन्होंने मजीद कहा താങ്കൾ ഈ പ്രദേശത്തിന് ഒരു പള്ളിയല്ല നൽകിയത്, एक नई मस्जिद മറിച്ച് ഒരു പുതുജീവനാണ് നൽകിയിട്ടുള്ളത്. नई जिंदगी दी है. ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. बस ऐसे दरख्त हो അതിനാൽ വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച ഈ വൃക്ഷം ഇങ്ങനെയുള്ളതാണ്. की जड़ें भी അതായത് അവയുടെ വേരുകളും ഭൂമിയിൽ ഉറച്ചതായിരിക്കും. മനുഷ്യനെ വൃക്ഷവുമായി और माला ഉദാഹരിക്കുകയാണെങ്കിൽ ഈമാനും സൽക്കർമ്മവും കാരണത്താൽ അവരുടെ നിത്യഹരിത ശാഖകളും सरसब വിണ്ണിലെ അനന്തിവഹായസിനെ തൊട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ बस जैसा कि मैंने കാലത്തിന്റെ ഇമാമിനെ വിശ്വസിച്ച കാരണത്താൽ कहने के ईमान की वजह വിശ്വാസ ദൃഢീകരണത്തോടൊപ്പം തന്നെ का फर्ज है പച്ചളിപ്പുള്ള ശാഖകളാവുക എന്നത് നമ്മുടെ ചുമതലയാണ്. कि ईमान की मजबूती के साथ ഹരിത സമ്പൂർണ്ണ ശാഖകളുടെ ഇലകളായി തീരേണ്ടതാണ് നാം. അതിലുണ്ടാകുന്ന സുന്ദര ഫലപുഷ്പങ്ങളായി തീരേണ്ടതാണ്. उन पर लगने वाले खूबसूरत फूल और फल बन जाए. ലോകത്തിനത് दुनिया को ना सिर्फ മനോഹരമായ ദൃശ്യമായാൽ മാത്രം പോരാ, सूरत नजर आए, അനുഗ്രഹം നൽകുന്നവയായി മാറുകയും ചെയ്യണം. फैज पहुंचाने वाले അല്ലെങ്കിൽ കർമ്മമില്ലാതെ ईमान और यकीन വിശ്വാസത്തിൽ പരിപൂർണമായിരിക്കുക എന്നത് പ്രയോജനമില്ലാത്ത കാര്യമാണ്. बेफायदा है. ഞാൻ പറഞ്ഞതുപോലെ जैसा कि मैंने बताया വിശ്വാസത്തിലും कि बज़ाहिर ദൃഢതയിലും പരിപൂർണരായി കാണപ്പെടുന്ന ആളുകൾ दुनिया के തങ്ങൾ ഈമാനിലും ദൃഢതയിലും തികഞ്ഞവരാണ് എന്ന് സ്വയം ഗണിക്കുന്നവരാണ്. कहने को तो अपने आप को ईमान और यकीन में कामिल समझते हैं और कहते हैं, लेकिन പക്ഷേ ലോകത്തിന് അവർ വഴിവെക്കലിന് കാരണമാവുകയാണ്. हम अहमदी होने का हक उस वक्त अदा कर सकते നാം അഹമ്മദികളാണ് എന്നതിന്റെ കടമ പൂർത്തിയാകുന്നത് നാം നമ്മുടെ സൽക്കർമ്മങ്ങൾ മുഖേന हैं. हमारे सालिया की वजह എല്ലായിടത്തും हर तरफ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കുമ്പോഴാണ്. खाने का मुजाहरा करने वाले നാം നമ്മുടെ മഹല്ലയിലും പട്ടണത്തിലും രാജ്യത്തും സൽക്കർമ്മങ്ങൾ മുഖേന ഇസ്ലാമിന്റെ മനോഹാരിത കാണിച്ചു കൊടുക്കുന്നവരായി തീരുമ്പോഴാണ് दिखाने वाले बने. എല്ലാവിധ ഫസാദും വഴക്കും फसादों പരദൂഷണവും മറ്റുള്ളവരെ നിന്ദിക്കലും करने की आदतों കരുണ കാണിക്കാതിരിക്കലും करने ഔദാര്യം കാണിച്ച് പിന്നീട് അത് മുതലെടുക്കുന്നവരിലും ഉൾപ്പെടരുത്. लोगों में शामिल न हो, മറിച്ച് बल्कि ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായി തീരേണ്ടതാണ്. ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നവരായി ഇരിക്കണം നാം. कुरान करीम വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മോട് ഉന്നത ധാർമ്മിക ഗുണങ്ങൾ സ്വായത്തമാക്കാനും तलकीन फरमाता है. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഉപദേശിക്കുന്നു. आज लोगों को ചിലരുടെ ശീലമാണ് താൽക്കാലിക ആവേശത്തിന് അടിപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും ഔദാര്യം ചെയ്തു പോകുന്നു, അവരെ സഹായിക്കുന്നു, എന്നാൽ പിന്നീട് മറ്റെന്തെങ്കിലും സമയത്ത് അതിനെ മുതലെടുക്കുകയും ചെയ്യുന്നു. किसी वक्त फिर അതായത് ഞാൻ ഇന്ന ഔദാര്യം നിനക്ക് ചെയ്തല്ലോ എന്ന് പറയുന്നു. അല്ലെങ്കിൽ या ये तो താൻ ഔദാര്യം ചെയ്ത ആ വ്യക്തി ജീവിതകാലം മുഴുവനും जेर बार इंसान തന്റെ അടിമയായി കഴിയണം എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. उनका गुलाम बना रहे. ഔദാര്യം ചെയ്യപ്പെട്ട വ്യക്തി പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയർന്നിട്ടില്ലെങ്കിൽ അവനെ പിന്നെ ബുദ്ധിമുട്ടിക്കാനും അവർക്ക് യാതൊരു മടിയുമില്ല. तो फिर उसे तकलीफें देने से भी नहीं चूकते. ഇത് ഇസ്ലാമിക അധ്യാപനമല്ല. ये तो इस्लामी तालीम नहीं है. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, अल्लाह ताला तो कुरान करीम में യാ അയ്യുഹല്ലദീന ആമനു कि या ലാ തുബ്തുലു സദഖാതികും ബിൽ മന്നി വല്ലദാ. युहातिकुम बिल मन्ने वाला दा വിശ്വസിച്ചവരെ, कि ए लोगो जो ईमान लाए हो തങ്ങളുടെ ഐച്ഛിക ദാനധർമ്മങ്ങളെ ईमान जताकर या अज़ियत ഔദാര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പാഴാക്കി കളയരുത്. वो करते हैं वो लोग എന്തുകൊണ്ടെന്നാൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വാസമില്ലാത്തവരാണ്. അവരുടെ ഈമാൻ ദുർബലമാണെന്ന് മാത്രമല്ല ഈമാൻ തന്നെയും ഇല്ലാത്ത അവസ്ഥയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും करीम में വിവിധ സന്ദർഭങ്ങളിലായി मुख्तलिफ ഒരു വിശ്വാസിയെ वालों से एक मोमिन വീണ്ടും വീണ്ടും ഉപദേശിച്ചുകൊണ്ട് പറയുന്നത് ഈമാനോടൊപ്പം സൽക്രമങ്ങളും അനിവാര്യമാണ് എന്നാണ്. ഇതിന്റെ പ്രയോജനങ്ങൾ പലതാണ്. फवायद हैं. ആയതിനാൽ
സൽക്കർമ്മങ്ങൾ മുഖേന ഒരു വിശ്വാസി ഉപകാരിയായ അസ്തിത്വമായി തീരുന്നതോടൊപ്പം അവൻ സ്വയം തന്നെയും അതിന്റെ മാധുര്യമേറിയ ഫലങ്ങളും കഴിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, വിശ്വാസിയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, അവർ അള്ളാഹുവിൽ നിന്ന് പാപപ്രതി നേടുന്നവരായിരിക്കും എന്നാണ്. സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരായിരിക്കും അവർ. അറിവുകൾ ഒഴുകുന്ന സ്വർഗത്തിലായിരിക്കും അവർ. ആ അറിവുകളുടെ ഉടമസ്ഥരായിരിക്കും അവർ. പിന്നീട് അള്ളാഹു പറയുന്നു, വിശ്വാസവും സൽക്കർമ്മങ്ങളും ഉള്ളവർക്ക് ലഭിക്കുന്ന ഉന്നതമായ പ്രതിഫലം അതവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തത്ര ശ്രേഷ്ഠമായതായിരിക്കും. വിശ്വാസിയാണ് എന്ന വാദം കൊണ്ട് മാത്രം ഒരുവനെ നല്ല പ്രതിഫലത്തിന് അർഹനാക്കുന്നില്ല. മറിച്ച് സൽക്കർമ്മങ്ങൾ ഉണ്ടായാലാണ് നല്ല പ്രതിഫലം ലഭിക്കുക, സ്വർഗവും പാപവൃത്തിയും കരസ്ഥമാവുക. വീണ്ടും അള്ളാഹു പറയുന്നു, വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അള്ളാഹു പരിശുദ്ധ ഭോജനം നൽകുന്നതാണ്. ഈ ലോകത്തെയും പരലോകത്തെയും ഭോജനമാണത്. സൽക്കർമ്മം ചെയ്യുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല. അവർ സമാധാനത്തിലായിരിക്കും. ഒരുവിധ ക്ലേശവും അവർക്കുണ്ടാവില്ല. ഈ ലോകത്തെയോ പരലോകത്തെയോ പറ്റിയുള്ള ഒരു ഭയപ്പാടും അവർക്കുണ്ടാകില്ല. എനിക്കൊരു നന്മയും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന പരിഭവം അവർക്കുണ്ടായില്ല. അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് മനസ്സംതൃപ്തി തന്നരുളുന്നതാണ്. സൽക്കർമ്മിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ഓരോ കർമ്മവും ചെയ്യുമ്പോൾ അവന്റെ സ്നേഹത്തിന് പാത്രമാകുന്ന സ്ഥിതിക്ക് അവർക്ക് ഭയപ്പാടുണ്ടാകുന്നത് എങ്ങനെയാണ്? അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് കാരുണ്യവാനായ അള്ളാഹു വുദ് നൽകുന്നതായിരിക്കും. വുദ് എന്നതിന്റെ അർത്ഥം ഗാഠമായ സ്നേഹം, ബന്ധം എന്നൊക്കെയാണ്. ഉപരിപ്ലവമായ സ്നേഹമല്ല, ആഴത്തിലുള്ള സ്നേഹവും ബന്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ആണി അടിച്ചു തർപ്പിച്ചതുപോലുള്ള ബന്ധം അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുന്നു. ആയതിനാൽ ഈ ആയത്തിന്റെ അർത്ഥം ദൃഢവിശ്വാസമുള്ളവരും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ അള്ളാഹു അത്തരം വിശ്വാസികളിൽ തന്റെ സ്നേഹം ഒരാണി പോലെ ആയി നിറക്കുന്നതാണ് എന്നാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കും. പിന്നീട് അവർ വിശ്വാസത്തിലും സൽക്കർമ്മത്തിലും മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകളോടുള്ള അള്ളാഹുവിന്റെ സ്നേഹം അതൊരിക്കലും അവസാനിക്കാത്തതായിരിക്കും. അള്ളാഹുവിനോടുള്ള സ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുകയോ അവന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസിയോടുള്ള സ്നേഹം രൂഢമൂലമാവുകയോ ചെയ്താൽ അവനേക്കാൾ വിജയശ്രീലാളിതനായ വ്യക്തി മറ്റാരാണ്? അവൻ തന്റെ അസ്തിത്വത്തിൽ തന്നെ സുന്ദരവും കുളിരേകുന്നതുമായ വൃക്ഷമായി തീരുകയാണ്. അത് മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നതായി മാറുന്നു. എന്തെന്നാൽ അവന്റെ ഓരോ കർമ്മവും ദൈവത്തോടുള്ള സ്നേഹം കാരണത്താലും അവന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടുമായിരിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്നു. ഈ ആയത്തിന്റെ മറ്റൊരർത്ഥം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിൽ മനുഷ്യകുലത്തോടുള്ള സ്നേഹവും രൂഢമൂലമാക്കുന്നു എന്നാണ്. ആയതിനാൽ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മറ്റു മനുഷ്യരെ ഉപദ്രവിക്കുന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. മനുഷ്യകുലത്തോടുള്ള സ്നേഹം ആവശ്യപ്പെടുന്നത്
ഒരു യഥാർത്ഥ വിശ്വാസി അതിന് ഗുണം ചെയ്യാനുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണമെന്നതാണ്. जाने की फिक्र में रहे। ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, जैसा मैं पहले भी ഇക്കാര്യം മുസ്ലിങ്ങൾ ഉണ്ടായിത്തീർന്നാൽ कि ये चीज अगर मुसलमानों में पैदा हो जाए, പരസ്പരമുള്ള അവകാശ ദംസനവും അക്രമവും जुल्म करने और गैरों को കൊല്ലും കൊലയും തുടങ്ങിയ കാര്യങ്ങൾ कत्ल करने, അതിന്ന് ഭരണകൂടങ്ങളിലും നാമമാത്ര പ്രസ്ഥാനങ്ങളിലും ഒക്കെ सामने हाथ സാധാരണക്കാരിലുമെല്ലാം अवाम में അതൊരു പൊതുസംഭവമായി കണ്ടുവരികയാണല്ലോ. आ रहे हैं। ये कभी नजर ना നേരത്തെ വിവരിച്ച കാര്യങ്ങൾ ഇവരിൽ ഉണ്ടായി തീർന്നാൽ अमल ही नहीं हो रहा ഇക്കാര്യങ്ങളൊന്നും ഇവരിൽ കാണുമായിരുന്നില്ല. कि सब जुल्म अल्लाह ताला के नाम पर हो रहा है, जबकि अल्लाह ताला അള്ളാഹുവിന്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ऐसी मोहब्बत അക്രമം നടക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. എന്നാൽ അള്ളാഹു പറയുന്നു, വുദുണ്ടാക്കിയെടുക്കുക, സ്നേഹം ഉണ്ടാക്കിയെടുക്കുക, ഹൃദയങ്ങളിൽ ആയും നിറങ്ങുന്ന വിധം സ്നേഹം ഉണ്ടാക്കിയെടുക്കണമെന്ന് അവൻ പറയുന്നു. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായി തീരണമെന്ന് പറയുന്നു. ആയതിനാൽ യഥാർത്ഥ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങൾ നമുക്ക് കാണേണ്ടി വരുമായിരുന്നില്ല. करना है। एक खूबसूरत तस्वर इस्लाम के ഇസ്ലാമിന്റെ സുന്ദരമായ തണലേകുന്ന വൃക്ഷത്തിന്റെ ചിത്രം ലോകത്തിനു മുന്നിൽ തെളിഞ്ഞു വന്നേന്. फिर इस आयत का यह मतलब भी हो सकता ഈ ആയത്തിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടാകാം. അതായത് है मुसलमानों की मोहब्बत की മനുഷ്യരുടെ ഹൃദയങ്ങളിൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹം ആണി പോലെ ആയി നിറക്കുന്നു. लगता है, അള്ളാഹ് തീർച്ചയായും അതിന് ശക്തനാണ്. लेकिन എന്നാൽ ഇത് നേടുന്നതിന് उसने इस बात അവൻ വിശ്വാസത്തോടൊപ്പം സൽക്കർമ്മത്തിന്റെ നിബന്ധനയും വെച്ചിരിക്കുകയാണ്. के सालिया की शर्त लगाई। ഞാൻ പറഞ്ഞതുപോലെ जैसा कि मैंने कहा पहले, ആദ്യകാല മുസ്ലിങ്ങളോടുള്ള സ്നേഹം रूने गुलाब थे, അന്നത്തെ ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും ഹൃദയങ്ങളിൽ അങ്കുരിപ്പിച്ചവൻ खुदा ताला ने അവൻ അള്ളാഹുവാണ്. के दिल में और यहूदियों के दिल में भी पैदा की। മുസ്ലിങ്ങൾ ആ പ്രദേശം ഒഴിഞ്ഞു പോയപ്പോൾ मानों के इलाका छोड़ने पर അവർ കരയുകയായിരുന്നു, തിരിച്ചു വരാൻ വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു. എന്നല്ല, कि यहूदी ചരിത്രം പറയുന്നു, യഹൂദികൾ പറഞ്ഞു, ഞങ്ങൾ ജീവൻ നൽകാൻ തയ്യാറാണ്. देंगे, तुम यही ക്രിസ്ത്യൻ പട്ടാളത്തെ ഇവിടെ കാലുകുത്താൻ പോലും ഞങ്ങൾ അനുവദിക്കുകയില്ല. माल का യഥാർത്ഥത്തിൽ ഇത് മുസ്ലിങ്ങളിൽ നിന്നും പ്രകടമായ സൽക്കർമ്മത്തിന്റെ സ്വാധീന ഫലമായിരുന്നു. जिसने इस खूबसूरत दरख्त की तरफ എല്ലാ തലത്തിലും മുസ്ലിങ്ങളിൽ നിന്നും അത് പ്രകടമായിക്കൊണ്ടിരുന്നു. ഈ സുന്ദരമായ വൃക്ഷത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധയെ ക്ഷണിച്ചു. ലോകത്തിന് അത് അനുഗ്രഹങ്ങൾ നൽകി. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദാസരുടെ ചുമതലയാണ് വിശ്വാസത്തിന്റെ വേര് ഉറപ്പിക്കുന്നതോടൊപ്പം സൽക്കർമ്മത്തിന്റെ മനോഹരമായ ശിഖരങ്ങളും ഇലകളും കായകളുമായി തീരുക എന്നത്. सालिया के वो खूबसूरत पत्ते, शाखें और फल बने जो इस्लाम की അത് ഇസ്ലാമിന്റെ സൗന്ദര്യത്തിലേക്ക് ലോകത്തെ അടുപ്പിക്കുന്നു. पहुंचने वाली हो, അത് ലോകത്തിന് അനുഗ്രഹം നൽകുന്നു. फैज पहुंचाने वाली हो, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും अल्लाह ताला से मोहब्बत करने वाले भी അവന്റെ സ്നേഹത്തിന് പാത്രമായി തീരുന്നവരും നാം ആയിരിക്കേണ്ടതാണ്. बनी नौ इंसान മാനവ സമൂഹത്തോടുള്ള സ്നേഹത്തിനും मोहब्बत भी हमारी നാം മുൻഗണന നൽകുക. और बड़ी, മാനവ സമൂഹത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നവരും നാം ആയിരിക്കണം. क्योंकि കാരണം ഇത് കൂടാതെ ഹദർത്ത് മസീമുദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നതിന്റെ ഉദ്ദേശം പൂർത്തിയാകുന്നവരായി മാറുകയില്ല. ഹദർത്ത് മസീമുദ് അലൈഹി സ്വലാത്തു വസ്സലാം तो इस्लाम ने പല തവണ തന്റെ വിവിധ രചനകളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും रात में मजालिस में മീറ്റിംഗുകളിലൂടെയും जो दिलाई ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചിരിക്കുകയാണ്. അതായത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന്. जो करो സ്വന്തം കർമ്മങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. സാലിയായ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. की रजा के मुताबिक हो, അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അനുസരിച്ച് ഉള്ളതായിരിക്കണം. दुनिया ഈ ലോകത്തെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിക്കും വിധമുള്ളവയായിരിക്കണം. ഒരു ഉദ്ധരണി ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചിട്ടുണ്ട്. पहले पढ़ा था തുടക്കത്തിൽ കുറച്ച് ഉദ്ധരണികൾ കൂടി കേൾപ്പിക്കാം. और इक़्तिबासात सामने रखता हूँ आपके। അങ്ങ് ഒരിക്കൽ പറയുകയുണ്ടായി, एक मौके पर फरमाया, അതായത് അവിടുന്ന് എന്തൊക്കെ പഠിപ്പിച്ചുവോ यानी अपनी അവ ഓരോന്നും പ്രാവർത്തികമാക്കണം. कि मेरी तालीम किया और उसके അദ്ദേഹം പറയുന്നു, तुम्हें अमल करना चाहिए। എന്റെ ജമാഅത്തിൽ പ്രവേശിക്കുന്നവർ कि हमारी जमात എന്റെ പാഠങ്ങളെ പ്രാവർത്തികമാക്കുന്നവരാണ്. तालीम को अपना दस्तूर अमल कराते ധൈര്യസമേതം പരിശ്രമത്തിലൂടെ അവയോരോന്നും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. अमल करता है। എന്നാൽ ആര് लेकिन जो मैं നാമം മാത്രം സ്വീകരിച്ച് കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലയോ वो याद അവർ ഓർത്തിരിക്കട്ടെ, कि
അള്ളാഹു താല ഈ ജമാഅത്തിനെ ഒരു സവിശേഷ ജമാഅത്താക്കുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു. ആയതിനാൽ യഥാർത്ഥ രീതിയിൽ ജമാഅത്തിലില്ലാത്തവർക്ക് പേരു മാത്രം കാണിച്ചുകൊണ്ട് ജമാഅത്തിൽ നിൽക്കാൻ സാധിക്കില്ല. से जमात में नहीं रह सकता. और कोई आदमी जो അതായത് ഇവിടെ ചില തെറ്റാണ് ഇത് തോന്നുന്നു. है അല്ല, ശരിയാണ്. അതിനാൽ യഥാർത്ഥ രീതിയിൽ ജമാഅത്തിലില്ലാത്തവർക്ക് പേര് മാത്രം കാണിച്ചുകൊണ്ട് ജമാഅത്തിൽ നിൽക്കാൻ സാധിക്കില്ല. എന്തെന്നാൽ അവർ അകന്നു പോകുന്ന സമയം എല്ലായ്പ്പോഴും വരും. इसलिए जहां അതിനാൽ എത്രത്തോളം സാധിക്കുമോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെടുന്ന താലിമിന്റെ അടിസ്ഥാനത്തിലാക്കാൻ ശ്രമിക്കുക. अमाल അമലുകൾ ചിറകുകൾ പോലെയാണ്. बगैर अमाल के इंसान അതില്ലാതെ മനുഷ്യൻ ആത്മീയ സ്ഥാനങ്ങളിലേക്ക് പറന്നുയരാൻ കഴിയില്ല. आला मकासद को हासिल नहीं कर सकता. അവയ്ക്ക് കീഴിൽ അള്ളാഹു വെച്ചിട്ടുള്ള ഉയർന്ന സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിയില്ല. परिंदों में फहम പക്ഷികൾക്ക് ഒരു സഹജാവ ബോധമുണ്ട്. അവ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക शहद की मक्खी में ആ പ്രവൃത്തി ചെയ്യാൻ കഴിയാതെ വരും. ഉദാഹരണത്തിന് തേനീച്ചകളിൽ അവബോധമില്ലെങ്കിൽ അവർക്ക് തേനെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സന്ദേശം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പ്രാവുകൾക്ക് എത്രമാത്രമാണ് ഈ ഒരു പ്രേക്ഷണം ഉപയോഗിക്കേണ്ടി വരുന്നത്. काम लेना पड़ता है. എത്ര വിദൂര ലക്ഷ്യങ്ങളാണ് താണ്ടേണ്ടി വരുന്നത് वो तय करते हैं. സന്ദേശങ്ങൾ എത്തിക്കുന്നത്. ഇതുപോലെ പക്ഷികളെ കൊണ്ട് വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങൾ നേടുന്നു. അതിനാൽ ആദ്യം വേണ്ടത് മനുഷ്യൻ അവന്റെ സഹജാവബോധം ഉപയോഗിക്കുക എന്നതാണ്. താൻ ചെയ്യാൻ പോകുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതവും അവന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതുമാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. जब ये देख ഇത് ശ്രദ്ധിച്ച് ബോധത്തോടെ നീങ്ങണം. तो फिर हाथों से काम लेना जरूरी होता है. ശേഷം തന്റെ കൈകൾ കൊണ്ട് പ്രവൃത്തികൾ ആവശ്യമായി തീരുന്നു. അലസതയും അശ്രദ്ധയും കാണിക്കരുത്. താലീം ശരിയാണോ എന്ന് നോക്കലും പ്രധാനമാണ്. ചിലപ്പോൾ താലീം ശരിയാണെങ്കിലും മനുഷ്യൻ അവന്റെ പക്വതക്കുറവ് കൊണ്ടും അജ്ഞതയും കാരണത്താൽ किसी दूसरे की शरारत മറ്റൊരാളുടെ തെറ്റായ വിവരണമോ മൂലം അബദ്ധത്തിൽ പെട്ടുപോകാറുണ്ട്. അതിനാൽ മനസ്സിനെ ചിന്താശീലമാക്കിക്കൊണ്ട് അന്വേഷിക്കേണ്ടതാണ്. മറ്റുള്ളവരെക്കുറിച്ച്, അവരെക്കുറിച്ചും സ്വന്തക്കാരെക്കുറിച്ചും അവിടുന്ന് മറ്റൊരു കുറിച്ചോ ഒക്കെ അന്വേഷിക്കേണ്ടതാണ്. അവിടുന്ന് മറ്റൊരിക്കലും അരുളി, ഓരോ വ്യക്തിയും ദൈവത്തെ ഭയക്കേണ്ടതാണ്. ദൈവഭയം ഒരാളെ ഒരുപാട് നന്മകൾക്ക് അവകാശിയാക്കി മാറ്റും. ആരാണോ ദൈവത്തെ പേടിക്കുന്നത് അവൻ തന്നെയാണ് നല്ലവൻ. കാരണം ഈ ഭയനിമിത്തം അവന് ഉൾക്കാഴ്ച ലഭിക്കുന്നു, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അള്ളാഹുവിന്റെ കനിവുകളും ഉപഹാരങ്ങളും ഔദാര്യങ്ങളും ചിന്തിച്ച് ലജ്ജിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അവർ അവനോടുള്ള അനുസരണക്കേടിൽ നിന്നും ഏതൊരു പ്രവർത്തിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു. അവന്റെ കോപത്തെ ഭയപ്പെടുന്ന ആളുകളുമുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷയിൽ നല്ലവനായി തെളിയുന്നവൻ തന്നെയാണ് നന്മയുള്ളവനും പരിശുദ്ധനും. ആത്മവഞ്ചന നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. മുത്തക്കിയാണെന്ന് സ്വയം മനസ്സിലാക്കി വെക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഓഫീസിൽ മുത്തക്കി എന്ന് ചേർക്കപ്പെട്ടവനാണ് യഥാർത്ഥ മുത്തക്കി. ഇപ്പോൾ അള്ളാഹുവിന്റെ സത്താർ എന്ന നാമത്തിന്റെ പ്രകടനമാണ്. എന്നാൽ ഖിയാമത്ത് നാളിൽ, അതായത് ഈ ലോകത്ത് അള്ളാഹു സത്താറിയത്ത് പ്രകടമാക്കുകയാണ്. എന്നാൽ ഖിയാമത്ത് നാളിൽ മറനീക്കലിന്റെ പ്രകടനം ഉണ്ടാകുമ്പോൾ എല്ലാ സത്യങ്ങളും തുറന്നു കാണിക്കപ്പെടും. അന്നാളിൽ ഇന്ന് വളരെ മുത്തക്കിയും തിന്മ വർജിക്കുന്നവരുമായി കരുതപ്പെടുന്ന പലരും അന്ന് വളരെ ദുർവൃത്തരായി മനസ്സിലാക്കപ്പെടും. ഇതിന്റെ കാരണം സൽക്കർമ്മങ്ങൾ നമ്മുടെ സ്വന്തം നിർദ്ദേശത്താലോ പ്രഖ്യാപനത്താലോ സാധ്യമല്ല എന്നതാണ്. ഒരു വിധത്തിലുള്ള ഫസാദുകളും ഇല്ലാത്തതാണ് ശരിയായ സാലിഹായ അമലുകൾ. എന്തെന്നാൽ സാലിഹ് ഫസാദിന്റെ വിപരീതമാണ്. ഭക്ഷണം പരിശുദ്ധമാകുന്നത് അത് പച്ചയോ അഴുകിയതോ അല്ലാത്ത അവസ്ഥയിലുള്ളതും താഴ്ന്ന നിലവാരത്തിലുള്ള ഒന്നും അതിൽ ഉണ്ടാകാതിരിക്കുമ്പോഴുമാണ്. മറിച്ച് പെട്ടെന്ന് ശരീരത്തിന്റെ ഭാഗമായി തീരുന്നതായിരിക്കണം. ഇതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിലും ഒരുവിധ ഫസാദും ഉണ്ടാവാൻ പാടില്ല. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസൃതമായിട്ടായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് അനുസൃതമായിരിക്കണം. ഇതിൽ ഒരു വിധത്തിലുള്ള അലസതയോ പ്രകടനാത്മകതയോ ഉണ്ടാവരുത്. സ്വന്തം തീരുമാനം അനുസരിച്ചും ആവരുത്. അങ്ങനെയുള്ള കർമ്മങ്ങളെയാണ് അമലൻ സാലിഹൻ, അതായത് സൽക്കർമ്മങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത്. അതായത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അവിടുന്ന് അരുളുന്നു, शैतान किस तरह गुमराह कर रहा है, हर वक्त मोमिनों के पीछे लगा रहता है.
ഷൈത്താൻ എങ്ങനെയാണ് മാർഗദർശനം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. എല്ലായ്പ്പോഴും വിശ്വാസികളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു. अपने ईमान और अमाल सालिया को അതുകൊണ്ട് बचाने की कोशिश करनी चाहिए। ജനങ്ങൾ ഓരോ സത്യവിശ്വാസിയും തന്റെ ഈമാനും സൽക്കർമ്മങ്ങളും ഷൈത്താനിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതാണ്. और उसके अमाल को അവിടുന്ന് അരുളുന്നു, ഷൈത്താൻ മനുഷ്യനെ മാർഗഭ്രംശം ചെയ്യിക്കാനും यहाँ तक कि കർമ്മങ്ങൾ നിഷ്ഫലമാക്കാനും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നാൽ ഷൈത്താൻ നല്ല കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. न समझे कि शैतान नेकी कामों को गुमराह नहीं करता। ഷൈത്താൻ നല്ല കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല എന്ന് കരുതരുത്. എന്തെങ്കിലും തരത്തിലുള്ള ഫസാദ് नमाज पढ़ ഉണ്ടാക്കാനുള്ള ഒരുക്കം കൂട്ടുന്നു. कर नमाज നമസ്കരിക്കുമ്പോൾ നമസ്കാരം ആരാധനയാണ്. നമസ്കരിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രകടനാത്മകതയോ സംശയമോ ചേർക്കാൻ ഷൈത്താൻ ആഗ്രഹിക്കുന്നു. नमाजें एक കാണിക്കാനുള്ള നമസ്കാരമാക്കി മാറ്റാൻ बला में मुब्तला करना ഷൈത്താൻ ആഗ്രഹിക്കുന്നു. ഇമാമത്ത് നിൽക്കുന്ന ആളെയും ഇതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അവന്റെ ആക്രമണങ്ങളെക്കുറിച്ച് ഒരിക്കലും ഭയമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്. കാരണം അവന്റെ അക്രമങ്ങൾ लेकिन जाहिर ദുർവൃത്തരുടെ മേൽ പ്രകടമായ രീതിയിലാണ്. और किसी അവർ അവന്റെ ഇരകളാണ്. എന്നാൽ ഭക്തരെയും ആക്രമിക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നില്ല. അവസരം കണ്ടെത്തി ഏതെങ്കിലും തരത്തിൽ അവർ ആക്രമിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കീഴിലുള്ളവരും ഷൈത്താന്റെ സൂക്ഷ്മമായ ഉപദ്രവങ്ങളെക്കുറിച്ച് ബോധമുള്ളവരും അള്ളാഹുവിനോട് സഹായമർത്ഥിക്കുന്നു. वो कभी कभी मुब्तला हो जाते हैं। എന്നാൽ ബലഹീനതയുള്ളവർ ചിലപ്പോൾ പെട്ടുപോകുന്നു. കർമ്മങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും അരുളുന്നു, നാവുകൊണ്ട് കലിമ ചൊല്ലുന്നതുകൊണ്ട് लेना काफी എല്ലാം പര്യാപ്തമായി എന്ന് മനുഷ്യൻ കരുതുന്നു. അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് മതിയായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ നാവുകൊണ്ട് ഏറ്റുപറയുന്നത് മാത്രം പോരാ. जुबान से हजार മനുഷ്യൻ 1000 തവണ നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞതുകൊണ്ടോ 100 തവണ തസ്ബീഹ് ചൊല്ലിയതുകൊണ്ടോ ഒരു കാര്യവുമല്ല. എന്തെന്നാൽ മനുഷ്യനെ അള്ളാഹു മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്, തത്തയായിട്ടല്ല. നാവുകൊണ്ട് ജൽപ്പനങ്ങൾ നടത്തുന്നത് തത്തയുടെ പ്രവൃത്തിയാണ്. അതൊന്നും മനസ്സിലാക്കുന്നില്ല. വായ കൊണ്ട് പറയുന്നത് ചിന്തിച്ച് പറയുക എന്നതാണ് മനുഷ്യന്റെ പ്രവൃത്തി. और उसके मुवाफिक അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കണം. പറയുന്നതെന്തോ അത് ചിന്തിക്കൂ, कहो എന്നിട്ടത് പ്രവർത്തിക്കുകയും ചെയ്യുക. और फिर എന്നാൽ തത്തയെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളുക, നാവുകൊണ്ട് മാത്രം के निरी जुबान से ഒരു ബർക്കത്തുമില്ല. ഹൃദയം കൊണ്ട് പറയും വരെ, അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യും വരെ അതൊരു ഗുണവും അനുഗ്രഹവുമില്ലാത്ത നിരർത്ഥകമായ വാക്കുകളായി കണക്കാക്കപ്പെടും. എന്തെന്നാൽ അത് വെറും വാക്ക് മാത്രമാണ്. कौल है। ഖുർആൻ ഷരീഫ് ഓതുകയും ഇസ്തിഗ്ഫാർ ചൊല്ലുകയുമാണെങ്കിലും ശരി, അള്ളാഹു താല കർമ്മങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നിരന്തരം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. जब तक ये न हो खुदा के ഇത് ഉണ്ടാവുന്നതുവരെ ദൈവസാമീപ്യം കരസ്ഥമാക്കാൻ കഴിയില്ല. പക്വതയില്ലാത്ത ചിലർ പറയും, ഇന്നത്തെ ദിവസം കൊണ്ട് ഖുർആൻ ഓതി പൂർത്തിയാക്കി. पूछे कि इससे क्या फायदा हुआ। എന്നാൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ, ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന്. നാവുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു, എന്നാൽ ബാക്കി ശരീരഭാഗങ്ങളെ വിട്ടുകളഞ്ഞു. അള്ളാഹു എല്ലാ ശരീരഭാഗങ്ങളെയും സൃഷ്ടിച്ചത് അവയൊക്കെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഹദീസിൽ ചില ആളുകൾ ഖുർആൻ ഓതുന്നു, ഖുർആൻ അവരുടെ മേലെ ശാപം ചൊരിയുന്നു എന്ന് വന്നിട്ടുള്ളത്. കാരണം ഖുർആൻ തിലാവത്ത് വെറും अमल नहीं हो വാക്കുകൊണ്ട് മാത്രമാണ്. അതനുസരിച്ച് കർമ്മങ്ങൾ ഉണ്ടാവുന്നില്ല. कि अल्लाह ताला की कायम करदा हदूद के मुवाफिक അള്ളാഹു താല സ്ഥാപിച്ചിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് ചലിക്കാത്ത വ്യക്തി പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. വെറും വായ കൊണ്ട് ചൊല്ലുന്നത് കൊണ്ട് കാര്യമില്ല. അള്ളാഹു കർമ്മങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. നല്ലവണ്ണം ഓർത്തിരിക്കുക, നിരർത്ഥക ജൽപ്പനങ്ങൾ ഒരു പ്രസക്തിയുമില്ല. പറയുന്ന വാക്കുകൾക്കനുസരിച്ച് കർമ്മങ്ങൾ ഉണ്ടാകാത്തതുവരെ കൈകാലുകൾ കൊണ്ട് മറ്റു പ്രകാരത്തിലും आजाद से നല്ല കർമ്മങ്ങൾ ചെയ്യാത്തതുവരെ ഒരു കാര്യവുമില്ല. ताला ने कुरान शरीफ भेजकर അള്ളാഹു താല ഖുർആൻ ഷരീഫ് ഇറക്കിക്കൊണ്ട് സഹാവാക്കളെ കൊണ്ട് സേവനം ചെയ്യിപ്പിച്ച പോലെ कदर काफी समझा ഖുർആൻ നാവ് കൊണ്ട് വായിച്ചതുകൊണ്ട് എല്ലാമായെന്ന് അവർ കരുതിയോ? या इस पर അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് പ്രധാനമായി മനസ്സിലാക്കിയത്. और वफादार അവർ അനുസരണവും വിശ്വസ്തതയും കാണിച്ചു. ആടുമാടുകളെ പോലെ അറുക്കപ്പെട്ടു. जो कुछ पाया ശേഷം അവർ എന്തൊക്കെ നേടിയോ, അള്ളാഹു താല ഏത് രീതിയിലാണ് അവർ ആദരിച്ചത് എന്നത് ആരാലും അറിയാത്ത കാര്യമല്ല. आते हैं खुदा ताला के फजल അരുളുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രവർത്തിച്ചു കാണിക്കൂ, ഇല്ലെങ്കിൽ ഉപകാരമില്ലാത്ത വസ്തുവിനെ പോലെ വലിച്ചെറിയപ്പെടും. വീണ്ടും അരുളുന്നു, ഒരാളും തന്റെ വീട്ടിലുള്ള നല്ല സാധനങ്ങളെയും സ്വർണവും വെള്ളിയും പുറത്തു കളയില്ല, മറിച്ച് संभाल कर വിലപിടിപ്പുള്ള വസ്തുക്കളെ പോലെ സൂക്ഷിച്ച് എടുത്തു വെക്കുന്നു. എന്നാൽ വീട്ടിൽ ചത്തുകിടക്കുന്ന എലിയെ കണ്ടാൽ ആദ്യം തന്നെ അത് എടുത്തു കളയുന്നു. ഇതുപോലെ തന്നെ അള്ളാഹു തന്റെ സജ്ജനങ്ങളായ ദാസരെ പ്രിയങ്കരമാക്കി വെക്കുന്നു. അവരുടെ കർമ്മങ്ങൾ നന്നാക്കുന്നു. അവരുടെ വ്യവഹാരങ്ങളിൽ ബർക്കത്ത് വെക്കുന്നു. और बेइज्जती അവരൊരിക്കലും പാഴാക്കുന്നില്ല. अगर चाहते हो അപമാനത്തിന്റെ മൃത്യു അവർക്ക് നൽകുന്നില്ല. അള്ളാഹു നിങ്ങൾക്ക് ആദരം നൽകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ
നിങ്ങൾ നല്ലവരാണെന്നത് അത്യാവശ്യമാണ്. वो खुदा से डरते हैं और उसके हुक्मों की पाबंदी അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ इनमें और ബഹുമാന്യരാകൂ. അള്ളാഹുവിനെ ഭയക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെയും മറ്റുള്ളവരെയും വേർതിരിക്കുന്ന ഒരതിര് അള്ളാഹു വെക്കുന്നു. ഇത് തന്നെയാണ് മനുഷ്യന് അനുഗ്രഹം നേടാനുള്ള രഹസ്യവും. पहुंचती है। वो गरीबों से सलूक करता है। മനുഷ്യൻ അനുഗ്രഹം നേടാനുള്ള മാർഗത്തിന്റെ രഹസ്യം അവൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ്. അത്തരം വ്യക്തി എവിടെയാണോ ഉള്ളത് വിലമതിക്കപ്പെടുന്നതാണ്. കാരണം അവനിലൂടെ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്നു. അവൻ ദരിദ്രരോട് നല്ല രീതിയിൽ വർത്തിക്കുന്നു, അയൽവാസികളോട് കരുണ കാണിക്കുന്നു. അവൻ കുഴപ്പമുണ്ടാക്കുകയില്ല, കള്ള കേസുകൾ ഉണ്ടാക്കുകയില്ല, കള്ള സാക്ഷ്യവും പറയുകയില്ല. മറിച്ച് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, ദൈവകാര്യങ്ങളിൽ വ്യാപൃതനാകുന്നു. അങ്ങനെ അവൻ ദൈവത്തിന്റെ വലിയ എന്ന് പറയപ്പെടുന്നു. പറയുന്നു, ദൈവത്തിന്റെ വലിയായി തീരുക എന്നത് അത്ര എളുപ്പമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് തിന്മകളെ വർജിക്കുകയും ചീത്ത ഉദ്ദേശങ്ങളെയും വികാരങ്ങളെയും ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. ഇത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. സ്വഭാവ ദൂഷ്യങ്ങളും തിന്മകളെയും ഉപേക്ഷിക്കുക എന്നത് ചില സമയത്ത് വളരെ പ്രയാസമായി തീരാറുണ്ട്. ഒരു കൊലയാളി കൊല ചെയ്യൽ ഉപേക്ഷിച്ചേക്കാം, കള്ളൻ കളവും ഉപേക്ഷിച്ചേക്കാം. എന്നാൽ ഒരു ദുസ്വഭാവിക്ക് കോപം ഉപേക്ഷിക്കുക ബുദ്ധിമുട്ടാണ്. അഹങ്കാരിക്ക് അഹങ്കാരം ഉപേക്ഷിക്കുക പ്രയാസമാണ്. കാരണം അവൻ മറ്റുള്ളവർ നിന്ദ്യരാണ് എന്ന് വിചാരിക്കുന്നു, അതിനുശേഷം സ്വയം തന്നെ നിന്ദ്യനാണ് എന്ന് കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്, തന്റെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആരാണോ സ്വയം തന്നെ ചെറുതാക്കുന്നത്, അള്ളാഹു അവനെ വലിയവനാക്കുന്നതാണ്. ഇത് തീർച്ചയായും ഓർത്തുകൊള്ളുക. തന്നെ സ്വയം ചെറുതാക്കാതെ കണ്ട് ആരും തന്നെ വലിയവനാവുകയില്ല. അതായത് വിനയം കൈക്കൊള്ളുക. പ്രകാശം ഇറങ്ങുന്ന മാർഗമാണ് ഇത്. അവൻ അള്ളാഹുലേക്ക് അടുപ്പിക്കപ്പെടുന്നതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ബഹുമാനിച്ചാതിരിക്കുന്ന ഔലിയാക്കളെല്ലാം തന്നെ തങ്ങളെക്കുറിച്ച് ഒരു ഉറുമ്പിനേക്കാളും താഴ്ന്ന ജീവിയാണെന്നാണ് കരുതിയത്. അത് കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്ക് ലഭിക്കുകയുണ്ടായി, അവർക്ക് അർഹമായ സ്ഥാനം ലഭിക്കുകയുണ്ടായി. അഹങ്കാരം, പിശുക്ക്, തൻ പ്രമാണിത്വം തുടങ്ങിയ സ്വഭാവ ദൂഷ്യങ്ങളും ഒരുതരം ശിർക്ക് അടങ്ങിയതാണ്. അതുകൊണ്ട് ഈ ദുസ്വഭാവങ്ങൾ അവലംബിക്കുന്നവന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഭാഗവെക്കാവാൻ സാധ്യമല്ല. മറിച്ച് അവൻ അതിൽ നിന്ന് ദൂരപ്പെട്ടു പോകുന്നതാണ്. അതേസമയം ദാരിദ്ര്യത്തിലും വിനയത്തിലും കഴിയുന്നവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് പാത്രമായി തീരുന്നു. പിന്നീട് അങ്ങ് ബയ്യത്ത് ചെയ്യുന്ന വ്യക്തിയോട് പറഞ്ഞു, ഒന്നായിരുന്നില്ല 3 പേർ ബയ്യത്ത് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ബയ്യത്തിന് ശേഷം ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിച്ചു, ബയ്യത്ത് ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനം സത്യമാണ് എന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് ബർക്കത്ത് ലഭിക്കുമെന്നും വിചാരിക്കരുത്. പറയുന്നു, വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം അള്ളാഹു സന്തോഷിക്കുന്നില്ല. ഏതുവരെ നല്ല കർമ്മങ്ങളില്ലയോ, ഈ പ്രസ്ഥാനത്തിൽ പ്രവേശിച്ചതിനാൽ സദ്വൃത്തനായി തീരാൻ ശ്രമിക്കുക, മുത്തക്കിയായി തീരുക, ഓരോ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക. ഈ ദിനങ്ങൾ ദുആകൾ ചെലവഴിക്കുക, രാവും പകലും അവന്റെ മുമ്പിൽ വിലപിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷണ സമയത്ത് അള്ളാഹുവിന്റെ കോപവും ആളിക്കത്തുന്നതാണ്. ആ സമയങ്ങളിൽ ദുആ ചെയ്യുക, കരഞ്ഞുകൊണ്ടും പ്രാർത്ഥിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, സ്വന്തം നാവിനെ മൃദുവാക്കുക. പാവവൃത്തിക്ക് വേണ്ടിയുള്ള ഒരുപാട് ദുആ ചെയ്യുക, നമസ്കാരങ്ങളിൽ ദുആ ചെയ്യുക. എന്നെ വിശ്വസിച്ചതിന് ശേഷം അവഗണിക്കുന്നവൻ എന്നിലുള്ള വിശ്വാസം അവന് യാതൊരു പ്രയോജനവും നൽകുകയില്ല. അതിനുശേഷം ബയ്യത്ത് കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് വ്യർത്ഥമാണ്. നമ്മുടെ വാദങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹു തൃപ്തനാവുകയില്ല. ശേഷം സൽക്കർമ്മങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, മനസ്സിലാക്കിക്കൊള്ളുക, ഏതുവരെ നിങ്ങൾ സൽക്കർമ്മങ്ങളില്ലയോ വിശ്വാസം ഒരു പ്രയോജനവും നൽകുന്നതല്ല. ഒരു ഡോക്ടർ കുറിപ്പടി എഴുതി കൊടുക്കുമ്പോൾ അത് അർത്ഥമാക്കുന്നത് അതിലെഴുതിയിരിക്കുന്ന മരുന്ന് വാങ്ങി കഴിക്കണമെന്നാണ്. ആ മരുന്നുകൾ അവൻ ഉപയോഗിക്കാതെ ആ കുറിപ്പടി വാങ്ങി ദൂരെ കളയുകയാണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? പറയുന്നു, ഇപ്പോൾ നിങ്ങൾ തോബ ചെയ്തിരിക്കുകയാണ്. ഈ തോബ കണ്ട് നിങ്ങൾ ഇനി എത്ര കണ്ട് ശുദ്ധീകരണം നടത്തുമെന്ന് കാണാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ഇക്കാലം അള്ളാഹു തഖ്വയിലൂടെ വ്യത്യാസം കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. ഒരുപാട് ആളുകൾ അള്ളാഹുവിനെ പറ്റി പരാതിപ്പെടുന്നു, എന്നാൽ സ്വന്തം ആത്മാവിനെ പറ്റി ചിന്തിക്കുന്നില്ല. മനുഷ്യൻ തന്റെ നഫ്സിനോട് അക്രമം പ്രവർത്തിക്കുക തന്നെയാണ്. അള്ളാഹു താല കാരുണ്യവാനും ഔദാര്യവാനുമാണ്. അവിടുന്ന് വീണ്ടും അരുളി, ആരാണോ ഈ പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് എന്നോട് ബന്ധവും ശിഷ്യത്വവും വെച്ചു പുലർത്താൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ താല്പര്യം ഇതാണ്, അവർ നേർവയിലൂടെയും ഭയഭക്തിയുടെയും ഉത്തുങ്കയിലെത്തണമെന്ന് വിചാരിക്കുന്നു. ഒരു വിധത്തിലുള്ള ഫസാദോ ദുർനടത്തമോ അവരുടെ അടുത്തുപോലും എത്തരുത്. അവർ 5 നേര നമസ്കാരത്തിൽ കൃത്യനിഷ്ഠരായിരിക്കണം. കള്ളം പറയാത്തവരും നാവുകൊണ്ട് ആരെയും വേദനിപ്പിക്കുകയും ചെയ്യരുത്.
ഒരു വിധത്തിലുള്ള ജാർവൃത്തിയിലും അകപ്പെടരുത്. ഒരുവിധ ദ്രോഹ, ദുഷ്ട, ഫസാദ്, ഫിത്ന ചിന്തകൾ പോലും മനസ്സിൽ കൊണ്ടുവരുന്നവരാകരുത് അവർ. ഒരു വിധത്തിലുള്ള പാപവും കുറ്റവും ചെയ്യാൻ പാടില്ലാത്തതോ പറയാൻ പാടില്ലാത്തതുമായ പ്രവർത്തികളിൽ നിന്നും, ഇങ്ങനെയുള്ള എല്ലാ ദോഷവിചാരങ്ങളിൽ നിന്നും, നിഷ്ഫല പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കട്ടെ. എന്നിട്ട് അള്ളാഹു താലയുടെ പരിശുദ്ധ ഹൃദയനും തിന്മരഹിതനുമായ വിനീത പ്രകൃതമുള്ള ദാസനായി മാറണം. വിഷമയമായ ഒരു കൂട്ടും അവരുടെ അസ്തിത്വത്തിലില്ലാതിരിക്കണം. ഇവയൊക്കെ നാം എന്നും മുന്നിൽ നിർത്തേണ്ട ഉപദേശങ്ങളാണ്. ഈ കാര്യങ്ങളാണ് നമ്മെ വാഗ്ദത്ത മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അസ്തിത്വമാകുന്ന വൃക്ഷത്തിന്റെ പച്ചിളിപ്പുള്ള ശാഖകളാക്കി മാറ്റുക. ഇതിലൂടെ തന്നെയാണ് നമ്മുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞയുടെ ലക്ഷ്യവും പൂർത്തിയാവുക. ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മെ അള്ളാഹുവിന്റെ സ്നേഹം നേടുന്നവരാക്കി മാറ്റുക. ഇൻഷാ അല്ലാഹ് ഇതേ സൽക്കർമ്മങ്ങളിലൂടെ നാം ലോകത്തെ നമ്മുടെ അടുത്തേക്ക് ശ്രദ്ധിപ്പിക്കുന്നവരായും മാറ്റും. അള്ളാഹു താല നമ്മെ ആ യഥാർത്ഥ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. അവർ സത്യവിശ്വാസത്തിന്റെയും സൽക്കർമ്മങ്ങളുടെയും പേരിലാണ് അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ സാമീപ്യം നേടുന്നവരുമാണ്. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ ഹാസിർ നമസ്കരിപ്പിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട റഷീദ് അഹമ്മദ് സാഹിബ് ഇക്ബാൽ മുഹമ്മദ് സാഹിബിന്റെ മകനാണ് ഇദ്ദേഹം. ലണ്ടനിലായിരുന്നു താമസം. ഡിസംബർ 16 91 വയസ്സിൽ അദ്ദേഹം ഫത്തായിലെ റജൂൻ. ഇന്ത്യയിലെ ആഗ്രയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഖാദിയാനിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. പിന്നീട് 1955 ഇവിടെ ഇംഗ്ലണ്ടിൽ വന്നു. ബ്രിട്ടീഷ് നേവിയിൽ ചീഫ് എഞ്ചിനീയറായി ജോലി ചെയ്തു. 1980 വിരമിച്ചു. 1980 ഇസ്ലാമാബാദ് വാങ്ങിയപ്പോൾ അത് ഖലീഫത്ത് മസീഹ് റായിബ് അദ്ദേഹത്തെ അതിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിരുന്നു. വളരെ കഠിനാധ്വാനത്തോടെ അദ്ദേഹം അവിടെ സേവനം ചെയ്യുകയുണ്ടായി. അവിടുത്തെ ആദ്യകാല നിവാസികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ യോർക്ക്ഷയറിൽ ഒരു ദീർഘകാലം സെക്രട്ടറി മാലായി സേവനം ചെയ്യാൻ അദ്ദേഹത്തിന് തൗഫീക്ക് ലഭിച്ചു. വളരെ ആത്മാർത്ഥത നിറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പിതാവ് ഇക്ബാൽ മഹ്മൂദ് സാഹിബ് വളരെ മുഖ്ലിസായ വ്യക്തിയായിരുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുടെ പേരിൽ ജാമിഅ അഹ്മദിയ റബ്വയിൽ ഹസൻ ഇക്ബാൽ എന്ന പേരിൽ മസ്ജിദ് നിർമ്മിച്ചു. ഭാര്യയെ കൂടാതെ അദ്ദേഹത്തിന് ഒരു മകനുണ്ട്, ഷമീം അഹമ്മദ് ഖാൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജകൾ ഉയർത്തുമാറാകട്ടെ, മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മകനും ജമാഅത്തിന് വേണ്ടി ആത്മാർത്ഥമായി സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഭാര്യക്കും മക്കൾക്കും ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.